ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ജോലി സ്ഥലത്തെ നിരന്തരമായ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് മടുത്തു. മേലധികാരികൾ തന്നോട് പക്ഷപാതപരമായി പെരുമാറുന്നു, സഹപ്രവർത്തകർ തന്നെ ഒറ്റപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ചിന്തകളാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. ഇക്കാരണങ്ങൾ കൊണ്ട് ഓരോ ദിവസവും മനസ്സില്ലാ മനസ്സോടെയാണ് ഓഫീസിലേക്ക് പുറപ്പെടുന്നത് തന്നെ. അവിടെ ചെന്നാലോ എപ്പോഴും പ്രശ്നങ്ങൾ തന്നെ. ഒടുവിൽ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, ജോലി ഉപേക്ഷിക്കുക. ഇങ്ങനെ ജോലി ചെയ്യുന്നതിനേക്കാളും വീട്ടിൽ വെറുതെ ഇരിക്കുന്നതാണ് നല്ലത്. ഈ ചിന്തയുമായിട്ടാണ് അദ്ദേഹം എൻ്റെ അടുക്കൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് വന്നപ്പോൾ ഈ അസ്വസ്ഥതകളുടെ എല്ലാം പിന്നിൽ കിടന്നിരുന്ന വളരെ നിസ്സാരമായൊരു കാര്യം പുറത്തു വന്നു. ഏകദേശം 1 വർഷം മുമ്പ് വരെ തൻ്റെ ജോലിയിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തിയിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. 3 വർഷത്തോളം ഈവനിങ് ഷിഫ്റ്റായിരുന്നു അയാൾ ജോലി ചെയ്തിരുന്നത്. അതിനാൽ രാവിലെ 8 മണിയോളം പുതച്ച് കിടന്നുറങ്ങുക പതിവായിരുന്നു. അതൊരു ശീലമായി. കാരണം ഉച്ച കഴിഞ്ഞ് കമ്പനിയിൽ പോയാൽ മതിയല്ലോ. പക്ഷെ 1 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ജോലി മോർണിംഗ് ഷിഫ്റ്റിലേക്ക് മാറ്റി. അതിനാൽ അതിരാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോവുക അദ്ദേഹത്തിന് സങ്കടകരമായി. രാവിലത്തെ സുഖകരമായ ഉറക്കം നഷ്ടപ്പെടുന്നതിൻ്റെ ദേഷ്യം മൂലം മോർണിംഗ് ഷിഫ്റ്റിലെ ജോലിയെ അദ്ദേഹം വെറുത്തു. ഉള്ളിലെ ഈ വെറുപ്പ് കാരണം ജോലിയിലുള്ള ശ്രദ്ധ കുറഞ്ഞു. മേലധികാരികളുടെ കാര്യം ശ്രദ്ധിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നതോടെയാണ് അയാൾ വീണ്ടും അസ്വസ്ഥനായി. ക്രമേണ നിസ്സാര കാര്യങ്ങൾക്ക് പോലും സഹപ്രവർത്തകരോട് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം പ്രകടമാകാൻ തുടങ്ങി. സുഹൃത്തുക്കളും അദ്ദേഹത്തിൽ നിന്നും അകന്ന് യാഥാർത്ഥ്യത്തിലുള്ള പ്രശ്നം മോർണിംഗ് ഷിഫ്റ്റിലേക്കുള്ള മാറ്റം സ്വീകരിക്കുവാൻ പറ്റാത്തതായിരുന്നു. അതിൻ്റെ കാരണമാകട്ടെ പ്രഭാതത്തിലെ ഉറക്കം നഷ്ടപ്പെടുന്നതിൻ്റെ സങ്കടവും. ഈ സത്യം തിരിച്ചറിഞ്ഞ് ഈവനിങ് ഷിഫ്റ്റിൽ നിന്നും മോർണിംഗ് ഷിഫ്റ്റിലേക്കുള്ള മാറ്റം അംഗീകരിക്കുവാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതകളെല്ലാം നീങ്ങി. ജോലിയിൽ സന്തോഷം കണ്ടെത്തുവാൻ തുടങ്ങുകയും ചെയ്തു. നാം ആഗ്രഹിക്കുന്ന പലതും ജീവിതത്തിൽ സംഭവിക്കണമെന്നില്ല. അതുപോലെ നാം ആഗ്രഹിക്കാത്ത പലതും ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സകല അനുഭവങ്ങളെയും ഹൃദയം കൊണ്ട് സ്വീകരിച്ചാലേ വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജോലി, വീട്, ജീവിത പങ്കാളി, മക്കൾ, സഹോദരങ്ങൾ, ഇവിടെയൊക്കെ പല കുറവുകളും ഉണ്ടാകും. നമുക്ക് ഇഷ്ടമുള്ളവയെ ലഭിക്കുന്നതിലല്ല, പ്രത്യേകത ലഭിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നതിലാണ് ജീവിത വിജയം. ഇഷ്ടമുള്ള ജോലി കിട്ടിയില്ലെങ്കിലും കിട്ടിയ ജോലി ഇഷ്ടപ്പെടുക. ഇഷ്ടമുള്ള വ്യക്തിയെ ജീവിത പങ്കാളിയായി കിട്ടിയില്ലായിരിക്കാം, പക്ഷെ കിട്ടിയ ജീവിത പങ്കാളിയെ ഇഷ്ടപ്പെടാൻ പഠിക്കുക. ഇഷ്ടമില്ലാത്തവയെ ഇഷ്ടപ്പെടാൻ പഠിക്കുന്നതിലാണ് നമുക്ക് സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുക.